ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലിപ്പ് ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം കുറേ നാളായി നമ്മൾ വീഡിയോ ഒന്നും ഇടാത്ത ഇനി മുതൽ അങ്ങോട്ട് ദിവസവും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ രണ്ട് ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം 3 ഡോട്ടിൽ വന്നിട്ട് സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് ഷേപ്പിൽ വരാം. എഡിറ്റ് ഷേപ്പിൽ വന്നിട്ട് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക. ഒരു 35 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 35 സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഒരു 2 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം അതിൻ്റെ കളർ വന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. രണ്ടിൻ്റെയും കളർ വന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ രണ്ടൊരു സൈഡിലേക്കായിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഓക്കെ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്കാണ് നമ്മുടെ ആ ഒരു ഇതൊക്കെ കൊണ്ടുവരേണ്ടത്. ട്രാൻസിഷനൊക്കെ ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഒരു ട്രാൻസിഷൻ്റെ. ശേഷം നമ്മൾ ഈ ഒരു എല്ലാ ലെയറും എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെൻട്രലായിട്ട് വന്നിട്ട്, അതായത് അടുത്ത ക്ലിപ്പ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് വന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒരു 3 ഇത് വേണം, അതായത് 2 ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ 3 ലെയർ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്യണം. അതായത് ഒരു റെക്റ്റാങ്കിളും ഒരു ഇമേജും തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുക. അടുത്ത ഇമേജും റെക്റ്റാങ്കിളും തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതും നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സെറ്റ് ലെയർ നമ്മൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്തതും ചെയ്യുക. അതായത് ഈ ഒരു ഇമേജിൻ്റെ 2 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലെയർ കിട്ടും. ശേഷം നമ്മൾ ഓരോ ലെയറും ഒരു റെക്റ്റാങ്കിളും തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓക്കെ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ലെയറും സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ലെയറൊക്കെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, ഏകദേശം ഈ ഒരു ലെവലിൽ സൂം ഔട്ട് ചെയ്യുക. ശേഷം ഈ ഒരു ഗ്രൂപ്പ് വന്ന് താഴേക്ക് വന്ന് അൺഗ്രൂപ്പ് എന്ന് കാണാം. അത് അൺഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു സെൻറ്ററത്തെ ലെയർ, അതായത് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഇവിടെ 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആംഗിളിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. 3 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഓക്കെ, അതിൽ സെൻട്രലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് -45 സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 180ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഫസ്റ്റ് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം അടുത്ത 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു ലെയർ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അതിനുപോട്ടെ നമ്മൾ അടുത്ത ലെയറിൻ്റെ ഒന്ന് ചെയ്യാനുണ്ട്. അതായത്
അടുത്ത ലെയറിൽ ഈ ഒരു സെൻറ്ററിൽ അടുത്ത ഇമേജിലെ ഈ ഒരു സെൻറ്ററത്തെ ഭാഗത്തേക്ക് വരാം. ശേഷം നേരത്തെ ആഡ് ചെയ്ത പോലെ ഫ്ലിപ്പ് ലെയർ അതിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. 2 കീ ഫ്രെയിമേ ഈ ഒരു ഇമേജിന് നമുക്ക് വേണ്ടതുള്ളൂ. ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180ലേക്ക്, അതായത് -180ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോറി, ഈ ഒരു ഗ്രാഫല്ല, നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ബേസ് ചെയ്തിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ എഫക്റ്റ് പോവുക. ശേഷം നമ്മൾ ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, മോഷൻ ബ്ലർ ആഡ് ചെയ്ത് വെക്കാം. ശേഷം ഈ ഒരു മോഷൻ ബ്ലർ ഒന്ന് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമ്മൾ തൽക്കാലം ഈ ഒരു ലെയർ ഓഫ് ആക്കിയിടാം. ഓക്കെ, ശേഷം ബാക്ക് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് പോവുക. ശേഷം നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതുപോലെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താഴേക്ക് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് മുകളിലേക്കും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട്, അതായത് ഫസ്റ്റ് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം അടുത്ത 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഒരു ഗ്രാഫും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ കുറച്ച് മുകളിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം നേരത്തെ ചെയ്ത പോലെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം സെക്കൻഡ്, അതായത് എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ മുകളിൽ നിന്ന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക, മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ കീ ഫ്രെയിം ഫസ്റ്റിലേക്കും എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം സെൻട്രലായിട്ട് വരുന്ന ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മളത് കുറച്ചൊന്ന് താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഫസ്റ്റ് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. അടുത്ത 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കോപ്പി ചെയ്ത് വെച്ച മോഷൻ ബ്ലർ പേസ്റ്റ് ചെയ്യുക. ശേഷം ഈ ഒരു 3 ലെയറിൽ നമ്മൾ ആ ഒരു മോഷൻ ബ്ലർ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരികയാണ്. ഈ ഒരു രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ശേഷം നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതിൽ 2 കീ ഫ്രെയിമിൻ്റെ ആവശ്യമേ ഉള്ളൂ. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ മുകളിൽ നിന്ന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ആ ഒരു ഓക്കെ, ശേഷം ആ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഇനി നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സ്കെയിൽ ടൂൾ പോയിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ മൂവ് ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ താഴേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിലും നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച മോഷൻ ബ്ലർ എല്ലാ ലെയറിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം.
ഈ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ എന്നുള്ളത് കൊടുക്കുക. ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം, ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം, ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിലൊന്ന് സൂം ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗ്രാഫ് കറക്റ്റായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഓക്കെ, ഈ ഒരു ഗ്രാഫ് തന്നെ മതി. ഈ ഒരു ഗ്രാഫ് തന്നെ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്, ഔട്ട്ലുക്ക്. അതായത് ലാസ്റ്റത്തെ നമ്മുടെ ഈ എഫക്റ്റിൻ്റെ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആ ഒരു മൂവ് കൊടുക്കുക, ആ ഒരു സൂം കൊടുക്കുക എന്നുള്ളത് അത് ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.